ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ യാത്രയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഹെർബൽ ലൈഫ് നമുക്ക് ഉപകാരപ്പെടുന്ന ആ സാഹചര്യങ്ങളിലൊക്കെയാണ്. നമ്മൾ 250 മില്ലി വെള്ളം എടുക്കുന്നു. ഇത് കൊണ്ടുവന്നിരിക്കുന്ന പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഫുഡ് നമ്മൾ ആ വെള്ളത്തിലിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഷേക്കറിലിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് ഷേക്കർ രൂപത്തിലാക്കിയിട്ട് നല്ലപോലെ ഷേക്ക് ചെയ്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാകും. ഇതിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് എവിടെയും പോയി എടുക്കും. ഒരു വയറിന് പ്രശ്നമോ ലൂസ് മോഷനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല എന്നുള്ള നല്ല തൻ്റെടത്തോട് കൂടി പോയിരിക്കാൻ പറ്റും. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 35 നാഗർകോവിൽ തിരുവനന്തപുരം നോർത്ത് പാസഞ്ചർ തിരുവനന്തപുരം സെൻട്രൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിന് പ്രശ്നമില്ലാതെ ഒരു തിരുവനന്തപുരം എല്ലാ പോഷകാഹാരങ്ങളും കൂടിയിട്ടുള്ളതാണ്. നമുക്കിന്ന് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് 95 രാജ്യങ്ങളിൽ നമുക്ക് അറിയില്ല. എവിടെ പോയാലും നമുക്ക് യാത്രയിൽ ഈ സാഹചര്യത്തിൽ നമ്മളൊരു ഹോട്ടൽ അന്വേഷിച്ച് എന്തായാലും പോകണം. അതായത് രണ്ടാമത്തെ ആൾക്കുള്ള ഫുഡാണ്, ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ പാത്രം നിറച്ച് കഴിക്കണമെന്ന് വിചാരിക്കേണ്ട. രണ്ടാമത്തെ ആൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. രണ്ടാമത്തെ ആൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി. 1.5 മിനിറ്റാണ് എടുത്തത്. രണ്ടാമത്തെ ആളും ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് കഴിച്ചു, വളരെ സിമ്പിളായിട്ടും കഴിച്ചു. നമ്മളിവിടെ എല്ലാം ആലോചിക്കേണ്ടത് നമ്മൾ ഹെൽത്തി ഫുഡാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രധാനം ചെയ്യുന്നത്. അത് നമ്മൾ ആരോഗ്യമായിട്ട് ഇരുത്താനും മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാതാക്കാനും വളരെയേറെ സഹായിക്കുന്നു. ഇതേപോലെ തന്നെ ചിൽഡ്രൻസിനുള്ള ഫുഡും നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. നമ്മളൊരു ഹോട്ടലിൽ തിരക്കി നടക്കേണ്ട, അതുമാത്രം വലിയൊരു എക്സ്പെൻസ് കൊടുക്കില്ല. വളരെ നിസ്സാരമായിട്ടുള്ള എക്സ്പെൻസിലാണ് നമ്മുടെ ഈ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ, ദേഹം മൊത്തം നമ്മൾ കഴുകി വൃത്തിയാക്കി സ്മേറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇതിനെ പറ്റിയിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതെല്ലാം വളരെ നല്ല ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ താങ്ക് യു ഹെർബൽ ലൈഫ്. താങ്ക് യു എവരി വൺ.